നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷവും തോൽവി നേരിട്ട പാർട്ടികളിലുള്ള അവലോകന യോഗവും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും മറ്റും ഒന്നും അവസാനിച്ചിട്ടില്ല. പലയിടത്തും അതിനുള്ള കൃത്യമായ കാരണം തേടി റിപ്പോർട്ടുകൾ സമർപ്പിക്കാനാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ചൊല്ലിയുള്ള പല ചർച്ചകളും കേരളത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ഒന്നാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇപ്പോഴത്തെ MLA-മാർ എവിടെയും പറയുന്നില്ല എന്ന് മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരൻ ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങളില്ല എന്നും ഈ സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഒന്നാം LDF സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2021 ജനങ്ങൾ വോട്ട് ചെയ്തത്. MLA-മാർ എവിടെയും പറയുന്നില്ലല്ലോ, അത് പറയണ്ടേ? പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ധനകാര്യം, കൃഷി തുടങ്ങിയ എല്ലാ വകുപ്പുകളിലും മികച്ച പ്രവർത്തനമാണ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ CPM കോട്ടകളിൽ വിള്ളലുണ്ടായുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കായംകുളത്തും പുന്നപ്രയിലും വോട്ടുകൾ ചോർന്നു. ഇത് ചരിത്രത്തിലാദ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി. ആലപ്പുഴയിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ വിഭാഗം കോൺഗ്രസിലേക്ക് പോയി എന്നും സുധാകരൻ എടുത്തു പറഞ്ഞു. 2019 എല്ലാ സീറ്റിലും പരാജയപ്പെട്ടപ്പോഴും ആലപ്പുഴ ജയിച്ചിരുന്നു എന്നും എന്നാൽ അന്ന് ആരും അത് നല്ലതാണ് എന്ന് പറഞ്ഞ് തങ്ങളെ അഭിനന്ദിച്ചിരുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല എന്നും വീഴ്ച വന്നാൽ പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതൊരു പാർട്ടിയിലെയും നേതൃത്വം ശക്തമാകണമെന്നും സുധാകരൻ പറഞ്ഞു. KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അങ്ങനെ പത്രക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ നല്ല മന്ത്രിയായിരുന്നു. ഞാൻ VS സർക്കാരിന്റെ മന്ത്രിയായിരുന്നപ്പോൾ MLA ആയിരുന്നു അവർ. ഏറ്റവും നല്ല MLA ആണ്. അതിഗംഭീരമായ പ്രസംഗമാണ് അവർ അസംബ്ലിയിൽ നടത്തിയത്. ആരോഗ്യമന്ത്രി ആയപ്പോഴും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് പേരെടുത്ത മന്ത്രിയാണെന്നും സുധാകരൻ പറഞ്ഞു. നല്ല വിമർശനങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്വീകരിക്കണം എന്നും എല്ലാ ജനങ്ങളും കാണുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശക്തനായ വലതുപക്ഷ ഭരണാധികാരിയാണ് മോദി. അദ്ദേഹത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിൽ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരിൽ പലരെയും നിലനിർത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാലത്തെ മന്ത്രിസഭയുമായി നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പുഴുത്തുനാറിയ അഴിമതി ആരോപണത്തിൽ വിധേയരായ മന്ത്രിമാർ കുറവാണ്. 7 ലക്ഷം കോടി രൂപയുടെ അഴിമതി കാണിച്ചതായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായ ആരോപണം. പക്ഷേ BJPയുടെ നല്ലൊരു വിഭാഗം മന്ത്രിമാരെ പറ്റിയും അഴിമതി ആരോപണം ഉന്നയിച്ചതായി ആരും കണ്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം രാഹുൽ ഉന്നയിച്ച ഓഹരി വിപണി കുംഭകോണം ഇപ്പോൾ ആരും മിണ്ടുന്നില്ല. പ്രതിപക്ഷം പോലും ഏറ്റുപിടിച്ചില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമെന്നായിരുന്നു എന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു.